എല്ലാവർക്കും വലിയ നമസ്കാരം. ഡബ്ലിംഗ് മല്ലു വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നൊരു ദിവസം ചെയ്യാൻ പോണ ഒരു വീഡിയോ കൃപാസന സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കൃപാസന സംബന്ധമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ട് കുറെ ദിവസങ്ങളായി. അപ്പം അതിനെക്കുറിച്ച് ഒരു ഡൗട്ട് ചോദിച്ചതിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു കമന്റ് തരാൻ വേണ്ടി വന്നിരിക്കുന്നത്. സോ റീസെന്റ് ആയിട്ട് UK നമ്മുടെ ഒരു സഹോദരി ചോദിച്ചിട്ടുണ്ടായിരുന്നു, കൃപാസനത്തിന്റെ പ്രാർത്ഥനകൾ കറക്റ്റ് ആയിട്ട് 5:30 തലച്ചെല്ലേണ്ട ആവശ്യമുണ്ടോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു മെസ്സേജ് ഒട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി കൃപാസന സംബന്ധമായിട്ടുള്ള പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് നമ്മുടെ മോർണിംഗ് നമ്മൾ ചെല്ലുന്ന 5:30 ചെല്ലുന്ന ആ പ്രാർത്ഥനയും, അതുപോലെ വൈകിട്ട് നമ്മുടെ കുരിശുവരെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ചെല്ലുന്ന പ്രാർത്ഥനയും ഒക്കെ കറക്റ്റ് സമയത്ത് ചെല്ലണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആ ഒരു പ്രാർത്ഥനയോടെ നമ്മൾ എത്ര നല്ല രീതിയിൽ നമ്മളത് പോകുന്നുണ്ടെന്ന് കാണിക്കുന്നതാണ്. അപ്പം മസ്റ്റായിട്ട് നമ്മൾ ആ 5:30 എന്നുള്ള സമയം തന്നെ പാലിക്കണം. ആ സമയത്ത് എണീച്ച് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ഓഫ് കോഴ്സ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് വലിയൊരു ഉത്തരം നമുക്ക് കിട്ടണം കേട്ടോ. അപ്പൊ നമ്മുടെ രാവിലത്തെ 5:30 പ്രാർത്ഥന ചെല്ലുന്ന സമയം കറക്റ്റ് 5:30 തന്നെ ആ പ്രാർത്ഥന ചൊല്ലാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. ഒരു ദിവസമൊക്കെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേണമെന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ഒരു കുറച്ച് മുമ്പ് ചൊല്ലിയിട്ട് പോകാമെന്ന് നമ്മൾ ക്ലാസ് കൂടുന്ന സമയത്ത് അച്ഛൻ നമ്മളെ പറയുന്നുണ്ട്. ആ ക്ലാസ് എടുക്കുന്ന ആള് നമ്മുടെ ക്ലാസ്, ഞാൻ 2 പ്രാവശ്യം ക്ലാസ് അറ്റൻഡ് ചെയ്ത ആളാണ്. അപ്പൊ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ ഒരു ദിവസമൊക്കെ നമ്മൾ മുടങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല, മീൻസ് ആ ഒരു സമയം എത്തിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എല്ലാ ദിവസവും നമ്മൾ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകം ഓർക്കുക. 5:30 എന്നുള്ള ഒരു സമയമാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട സമയം. ആ സമയത്ത് നമ്മൾ എണിച്ചിരുന്ന് ത്യാഗങ്ങളൊക്കെ സഹിച്ച് നമ്മൾ പ്രാർത്ഥന ചെല്ലുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ഒരു ഐശ്വര്യം അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഒക്കെ നമുക്ക് കിട്ടുന്ന ആ പ്രാർത്ഥനയിലൂടെ പ്രത്യേകം ഓർക്കുക. അപ്പൊ സമയത്തിന് ഒരു വ്യത്യാസമില്ല, കറക്റ്റ് സമയത്തിന് പ്രാർത്ഥന ചെല്ലാനായിട്ട് ശ്രമിക്കുക. വൈകിട്ടത്തെ പ്രാർത്ഥന കുരിശുവരോടനുബന്ധിച്ച് നമ്മൾ ചെല്ലുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ കൂടെ ചോദിച്ചു തന്നെ ഒരു ഡൗട്ടായിരുന്നു, നമ്മൾ ഓൺലൈനായിട്ട് ഉടമ്പടി ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ വേറെ രാജ്യത്തൊക്കെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഓൺലൈൻ ഉടമ്പടി എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ടല്ലേ കൃപാസനമായിട്ട്. അപ്പൊ നമ്മൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് നമ്മൾക്കുള്ള തിരികൾ അല്ലെങ്കിൽ നമുക്കുള്ള വെഞ്ചരിച്ചുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു കാര്യം എനിക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല, കാരണം ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. നമ്മുടെ ആ ഒരു ഓൺലൈൻ സൈറ്റിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ ഓൺലൈൻ പ്രാർത്ഥനകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതല്ലാതെ നമ്മൾക്ക് പത്രോ അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വെഞ്ചരിച്ച സാധനങ്ങളൊന്നും നമുക്ക് നേരിട്ട് നമ്മുടെ പോസ്റ്റൽ വഴിയിട്ട് നമുക്ക് അയച്ചു തരുന്നത് അല്ലാന്ന് തന്നെയാണ് എൻ്റെ ഒരു ധാരണ. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമന്റിൽ വന്നിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം ആളുകൾ കേട്ടോ. അപ്പം ഇല്ലാന്ന് തന്നെയാണ് എൻ്റെ ഒരു വിചാരം. പിന്നെ നമ്മൾ അങ്ങ് പോകുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും വഴിയിട്ട് കൊണ്ടുതരുമോ എന്നൊക്കെ ചെയ്യുന്ന രീതി മാത്രമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ അത്രയുള്ള നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ്. എല്ലാവർക്കും കൃപാസന അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു.